ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഓരോ ദിവസവും വൈകുന്നേരം നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഫോണൊക്കെ ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാവും മാറ്റി വെച്ച് ഒന്ന് ഉറങ്ങാനായിട്ട് കിടക്കുക. പക്ഷെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കുറേ ചിന്തകൾ വന്ന് ഉറക്കവും വരില്ല. ആ ചിന്തകളിൽ വരുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഞാനൊക്കെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഞാൻ നല്ലൊരു അമ്മയായിരുന്നോ? ഇന്ന് ഞാൻ ചെയ്ത് പോയ കാര്യങ്ങൾ അത്ര അങ്ങോട്ട് കറക്റ്റാകില്ല, മക്കളോട് അനാവശ്യമായിട്ട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല, കാരണം എൻ്റെ മനസ്സ് അത്ര അങ്ങോട്ട് ശരിയായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം അങ്ങോട്ട് നന്നായില്ല, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ സ്നാക്സിന് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു, എനിക്ക് നേരമില്ലാത്തതുകൊണ്ടും ജോലിയുടെ തിരക്കുകൊണ്ടും എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാനും വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന ചില നേരത്തെ തിരക്കിലൊക്കെ ആകുമ്പോൾ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് നടക്കാറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ ഞാനിതൊക്കെ ചെയ്യുന്ന കാരണമല്ലേ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് പോകണോണ്ടല്ലേ എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നൊക്കെ ജോലിക്ക് പോകുന്നവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ലൊരു അമ്മയായതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് കൺസേൺഡാണ്, അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെക്കുറിച്ച് വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ചിന്തിക്കുന്നത്, നമ്മൾ ചെയ്തത് തെറ്റായി പോയില്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഒരു ചിന്തകളില്ലാത്ത ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മക്കളെക്കുറിച്ചൊരു കൺസേൺ നമുക്ക് ഉണ്ടായിരിക്കില്ല, നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു അമ്മയാണെന്നതിൻ്റെ ഉദാഹരണമാണ് വൈകുന്നേരം കിടക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ്. വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നല്ലൊരു അമ്മയാണ്, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആയിപ്പോയി, അത്രയേ ഉള്ളൂ, നാളത്തെ ഒരു ദിവസം ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും, ആ ചെയ്ത മിസ്റ്റേക്ക് അടുത്ത ദിവസം ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. നല്ലൊരു അമ്മയാണ് നമ്മളെന്ന് തെളിയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ പോയിന്റ്, ഓരോ ദിവസവും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ, രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, മക്കളെ ക്ലാസ്സിലേക്ക് വിടുന്ന റെഡിയാക്കി, കുഞ്ഞു മക്കളാണെങ്കിൽ അവരുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ഒന്നല്ല, അതിൻ്റെതായ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യുന്ന ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് പറ്റാറുണ്ട്. പക്ഷേ ഓരോ ദിവസവും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് ആ കാര്യങ്ങൾ ചെയ്യാനെടുക്കുന്ന ആ ഒരു എഫേർട്ട്, ആ ഒരു സ്ഥിരമായി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, അത് നമ്മൾ നല്ലൊരു അമ്മയായതുകൊണ്ട് തന്നെയാണ് നമ്മളതെല്ലാം കറക്റ്റായിട്ട് പറ്റാവുന്ന പോലെയൊക്കെ ചെയ്യാൻ നോക്കുന്നത്. മിസ്റ്റേക്ക് പറ്റിയെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം അത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നത് എല്ലാം നമ്മളൊരു നല്ല അമ്മയായതുകൊണ്ടാണ്. നമ്മൾ അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു ദിവസം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. മൂന്നാമതായിട്ട്, നമ്മുടെ മക്കളെ നമ്മൾ അതിരുകളില്ലാതെ സ്നേഹിക്കുക. എത്ര മക്കളുണ്ടോ അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുക. അവരുടെ കഴിവുകളോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന സമ്മാനങ്ങളോ അല്ലെങ്കിൽ അവരെ പഠിക്കുന്നതിൻ്റെ കഴിവുകളോ അത് നോക്കിയിട്ടല്ല, അവരെന്ന വ്യക്തി എങ്ങനെയാണ് അതനുസരിച്ചാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ ഒരു മനസ്സ് നമ്മൾ അമ്മമാർക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ലൊരു അമ്മയാണ്. ഇപ്പോൾ നമ്മുടെ പല മക്കളും പല രീതിയിലായിരിക്കും അവരുടെ ക്യാരക്ടർ, പല കഴിവുകളായിരിക്കും അവർക്ക്. അപ്പോൾ നമ്മൾ അവരെല്ലാവരും ഒരുപോലെ കാണുമ്പോഴാണ് അവർക്കും ആ ഒരു ഫീൽ ഉണ്ടായിരിക്കുക, എൻ്റെ അമ്മ ഞാൻ എങ്ങനെയായാൽ പോലും എന്നെ സ്നേഹിക്കും എൻ്റെ അമ്മ. എനിക്ക് പഠിക്കാൻ അധികം പറ്റിയില്ലെങ്കിലും, എനിക്ക് പ്രൈസ് അധികം കിട്ടിയിട്ടില്ലെങ്കിലും, എനിക്കല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കും. ആ ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ. നാലാമതായിട്ട്, ഞാനൊരു നല്ല അമ്മയല്ല എന്നൊരു കുറ്റബോധം പല സമയങ്ങളിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ദേഷ്യം പിടിച്ച് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളുടെ എന്തെങ്കിലും പ്രോഗ്രാമുകളുണ്ട്, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ജോലിയുടെ തിരക്കുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾക്ക് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് അവരെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റില്ല, അവരെ ട്യൂഷന് വിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നും. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഒന്നും കൂടിയും അവർ മക്കളുടെ കൂടെ ഇരിക്കാനായിട്ട് ടൈം കുറച്ച് കുറവാണ്. ആ ഒരു കുറ്റബോധം നമുക്ക് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ മക്കളെ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ കുറ്റബോധം വരുന്നത്. അവരുടെ കൂടെ ഉണ്ടാവാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ ആ സമയത്തൊന്നും ഓർത്തിട്ട്. അപ്പോൾ ആ സമയത്തൊന്നും വിഷമിക്കാതെ നമ്മളുള്ള സമയം അവരുടെ കൂടെ പ്രോപ്പറായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ ആ സ്നേഹം തീർച്ചയായിട്ടും മനസ്സിലാക്കും. നമ്മൾ അവരുടെ കൂടെ ഉള്ള സമയം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നത് കേൾക്കാൻ കുറച്ചെങ്കിലും സമയം നമ്മൾ തുടക്കമേ കൊടുക്കുകയാണെങ്കിൽ, ആദ്യമേ അത് കൊടുക്കുമ്പോൾ അവർ പിന്നെയും വരും. തുടക്കമേ നമ്മൾ അവരെ അകറ്റി നമുക്ക് തിരക്കാണ്, നമ്മൾ ഇറിറ്റേറ്റഡ് ആണെന്ന് കാണിക്കുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ വരാതാവും. പറ്റാവുന്നതും നമ്മൾ അവരുടെ കൂടെയുള്ള സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കാറുണ്ടല്ലേ. അവർ പോലും ചിലപ്പോൾ അറിയാതെ ഒരുപാട് നമ്മുടെ കൊച്ചു ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ച് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. പക്ഷേ ഒരു പോയിന്റിൽ നമ്മളൊരു കാര്യം കൂടി നോക്കണം, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിലിപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ട്രൈ ചെയ്യുക വേണം. നാളെ നമ്മുടെ മക്കൾ പറയണം, ആ അമ്മ ഈ കാര്യമൊക്കെ ചെയ്ത് സൂപ്പർ ആയിട്ട് കേട്ടാ എന്ന് പറയിപ്പിക്കണം. ഞാൻ എൻ്റെ മക്കൾ കുഞ്ഞായിരുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ മോള് 2 വയസ്സ് 2.5 വയസ്സുള്ളപ്പോഴാണ് യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം
എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ പറയാനും ഇങ്ങനത്തെ ഒരു ഫീൽഡ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും നാളെ എൻ്റെ മക്കൾ എന്നോട് പറയണം, അമ്മയുടെ ആ കാര്യത്തിന് വേണ്ടിയിട്ടും ടൈം കണ്ടെത്തിയല്ലോ. എനിക്കും തോന്നണം ഞാൻ ഈ കാര്യങ്ങളുടെ ഇടയിലും എനിക്ക് വേണ്ടി കുറച്ച് കാര്യം ചെയ്തു എന്ന്. അപ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നല്ലൊരു അമ്മയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ തോന്നുന്ന നല്ലൊരു കാര്യം അത് എന്തും ആവാം. അതുപോലെ നമുക്ക് ജോലി തന്നെ ആവണമെന്നില്ല, എന്തൊരു കാര്യമാവാം, നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുക വേണം. അടുത്തൊരു പോയിന്റ്, നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് അമ്മയല്ല, ആരും അങ്ങനെയല്ല. നമ്മൾ പല അമ്മമാരെയും കാണുന്നുണ്ടെങ്കിലും അവരിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കുറവുകൾ. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഞാൻ ഒരു പെർഫെക്റ്റ് അമ്മയാണ്, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു അമ്മേനെയാണ് എൻ്റെ മക്കൾക്ക് ആവശ്യം എന്നതിൽ ഉപരിയായിട്ട് നമ്മൾ നല്ലൊരു വ്യക്തിയായിരിക്കുക. നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നാണ് അവരെപ്പോഴും നോക്കുന്നത്. അപ്പോൾ നമ്മൾ സത്യസന്ധമായി നമ്മുടെ റിയൽ ക്യാരക്ടറാണ് നമ്മുടെ മക്കളുടെ മുമ്പിൽ കാണിക്കേണ്ടത്. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരു അഭിനയിക്കുന്ന, മറ്റുള്ളവരെ കോപ്പി അടിച്ച് അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു അമ്മ എന്നതിലുപരിയായിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ എൻ്റെ മക്കൾ എന്നെ ഞാനായിട്ട് തന്നെ സ്നേഹിക്കണം. വിഷമം വരുമ്പോൾ നമ്മൾ കരയും, നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ വഴക്ക് പറയും. പക്ഷേ അതിന് ശേഷം ഞാൻ പലപ്പോഴും എൻ്റെ മക്കളോട് പോയിട്ട് സോറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി അവരോട് സോറി പറയുമ്പോഴാണ് അവർക്കും നാളൊരു മിസ്റ്റേക്ക് ചെയ്താൽ എൻ്റെ അടുത്ത് വന്ന് സോറി പറയാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു അമ്മയാണ്, അതുകൊണ്ട് ഞാൻ പലതും പറയും. അതൊക്കെ എൻ്റെ മക്കളും മിണ്ടാണ്ട് കേൾക്കണം. ഞാൻ സോറി ഒന്നും പറയില്ല, അല്ലെങ്കിൽ ഞാൻ താങ്ക് യു പറയില്ല. അങ്ങനെയല്ല, നമ്മളവരോട് താങ്ക് യും സോറിയും പറയുമ്പോൾ ഗ്രാജുവലി അവരും നമ്മളോട് വന്ന് പറയും. ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കാം, പക്ഷെ അവരത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. നമ്മളെങ്ങനെയാണോ അത് അവരുടെ മുമ്പിൽ റിയലായിട്ട് നമ്മളെ തന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലൊരു അമ്മയുടെ ഒരു പോയിന്റ്. അടുത്തൊരു പോയിന്റ്, നമ്മുടെ മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം തന്നെ അവരുടെ കാര്യങ്ങളിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കും വേണം. ആ സമയത്ത് എന്നോട് മക്കൾക്കുള്ള സ്നേഹം പോവുമെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ചില സമയത്ത് നമ്മൾ പാരൻസിൽ ഒരാളാരെങ്കിലും അങ്ങനെയായിരിക്കും, അവർ എന്ത് തെറ്റ് ചെയ്താലും മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അങ്ങനെയായിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ അമ്മമാർ ചിലപ്പോൾ അവർ വെറുക്കുമായിരിക്കും. പലപ്പോഴും ചിലപ്പോൾ ഞാനായിരിക്കും കുറച്ചും കൂടി അങ്ങനത്തെ കാര്യങ്ങൾ പറയുക. ആ സമയത്ത് എൻ്റെ മക്കൾക്ക് എന്നോട് ദേഷ്യം വരും, പ്രത്യേകിച്ച് ടീനേജ് പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ. പക്ഷേ സ്നേഹത്തോടു കൂടി അവരാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയും കൂടി തന്നെയാണ്. നമ്മൾ ഡിസിപ്ലിനിൽ ആ കാര്യങ്ങൾ അവരെ ചെയ്യാൻ പറയുമ്പോൾ തന്നെയാണ് നമ്മൾ നല്ലൊരു അമ്മയാവുന്നത്. അതൊരിക്കലും നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞ കാരണം എൻ്റെ മക്കൾക്ക് എന്നോട് ദേഷ്യമായാലോ, ഇനി എന്നെ അവർ വെറുക്കൂലോ എന്നോർത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് അവർക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. ഇപ്പോൾ ഇത്തിരി ദേഷ്യം വരികയായിരിക്കും, പക്ഷെ ഭാവിയിൽ അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവും. ചെറുപ്പം മുതലേ നമ്മൾ ഇത്തിരി അങ്ങനത്തെ കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ടും ഡിസിപ്ലിനായിട്ടും കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് ഭാവിയിൽ ഇനി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നാലും പ്രശ്നം ഉണ്ടായിരിക്കില്ല. അല്ലാതെ തുടക്കമേ മുതൽ ഒരു ഡിസിപ്ലിനില്ലാതെ ഒന്നുമില്ലാതെ അവർക്ക് പറയുന്നതെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു നല്ല അമ്മ അങ്ങനെ ചെയ്യില്ല. നമ്മൾ നമ്മുടെ മക്കളെ ആവശ്യത്തിനുള്ള നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വേണം നല്ലൊരു അമ്മയായിട്ട് മക്കളെ സ്നേഹിക്കാൻ. നമ്മുടെ അമ്മമാരെ എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അവർ ഉറങ്ങി കിടക്കുമ്പോഴായാലും അവരെ കാണുമ്പോൾ നമ്മളെപ്പോഴും അവരുടെ മേത്ത് കൈവച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ സ്കൂളിലേക്ക് പോകുമ്പോഴായാലും പരീക്ഷയ്ക്ക് പോകുമ്പോഴായാലും ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സൈലൻ്റായിട്ട് അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈഫിൽ അവർക്ക് പല സങ്കടങ്ങൾ വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണേ. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കോളേജിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ജോലി സ്ഥലത്ത് അമ്മമാർക്ക് എപ്പോഴും സൈലൻറ്റ് പ്രയറാണ്. അത് അവർ പോലും ചിലപ്പോൾ അറിയുന്നില്ല, അതിൻ്റെ ഒരു ബ്ലെസ്സിങ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് ഇനി നാളെ ഭാവിയിൽ അവരെന്ത് ഫേസ് ചെയ്യേണ്ടി വന്നാലും അത് ഫേസ് ചെയ്യാനുള്ളൊരു ശക്തിയും നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളെ അമ്മമാർ പേഴ്സണൽ പ്രയറിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ആശ്വാസമാണ്. ഇങ്ങനത്തെയുള്ള ടെൻഷനോ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് വരും. നമ്മൾ അമ്മമാരെ എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എപ്പോഴും വിചാരിക്കുന്നവരാണ്. അവർ കറക്റ്റ് ഡിസിഷൻസ് എടുക്കുമോ, അവർ കറക്റ്റായിട്ടുള്ള കാര്യം ചെയ്യണത് അവർ നമ്മൾ പറയുന്ന പോലെയാണോ ചെയ്യണേ എന്നൊക്കെ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. മക്കൾ ചെറുതായിരിക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് അവരതുപോലെ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഒരു ടീനേജ് പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്നതല്ലാതെ അവർ മുഴുവൻ കേൾക്കണം എന്നില്ല. അപ്പോൾ ഓരോ പ്രായം ഇങ്ങനെ കഴിയും തോറും കുറച്ച് കാര്യങ്ങളിലൊക്കെ സ്വയം ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ അവർ സ്വയം ഈ കാര്യങ്ങൾ ചെയ്യണം. ഞാനെപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ല, പറഞ്ഞു കൊടുക്കാനും ടിപ്സ് പറയാനും ഒക്കെ. അപ്പോൾ സ്വയമേ ഡിസിഷൻ എടുക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് ടെൻഷനൊന്ന് കുറയ്ക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കറക്റ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചിരിക്കുക എന്നല്ലാതെ നമുക്ക് ഓവറായിട്ട് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മുടെ കൂടെയുള്ള സമയം വരെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ അവർ ഡിസിഷൻ സ്വയം എടുക്കണം. അപ്പോൾ ഒരു ടീനേജർ ആയി കഴിയുമ്പോൾ തന്നെ ചെറുതായി അവരുടെ ഡിസിഷൻസ്, അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുതായാലും അവർക്കത് സ്വയം മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ ഒരു പോയിന്റ് എത്തുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഹെൽപ്പ് ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവരാകെ തളർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ടീനേജ് ആകുമ്പോഴേക്കും ഡിസിഷൻസ് എടുക്കാൻ കുട്ടികളെ സ്വയം പഠിപ്പിക്കുക.
നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ അടുത്ത് ഓടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്ന് അവർ പറയുന്നത്. ചില സമയത്ത് ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയില്ല, അവർക്കിങ്ങനെ പേടിയായിരിക്കും, അവരിങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല. ഇപ്പോൾ അമ്മയ്ക്ക് വിഷമമായി വെച്ചിട്ട് അവർ മിണ്ടാണ്ടിരിക്കുന്നതാവും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കുറച്ച് ഒബ്സർവ് ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ ഫേസ് മാറി നമുക്ക് മനസ്സിലാവും എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ എന്ന്. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് എല്ലാ കാര്യം വന്ന് പറയും കേട്ടോ, പക്ഷേ അല്ലാതും പറയണമെന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൂടെ കുറച്ചും കൂടി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴും അവരെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അവരുടെ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ മനസ്സിലാക്കി എടുക്കാൻ, എന്താ അവരുടെ ഉള്ളിലൊക്കെ ചിന്തിക്കുന്നത്. നമ്മുടെ പോലെ അത്രയും ഒരു നിഷ്കളങ്കതയല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. കുറച്ചുകൂടി മെച്ചുവേർഡാണ് അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ പറയാൻ വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അവർ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതുന്നതുകൊണ്ടാണ്. നമ്മൾ നല്ലൊരു അമ്മയായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ വന്ന് കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ തൊട്ട് അത് കേൾക്കുകയാണെങ്കിൽ അവർ വലുതാവുമ്പോഴും വന്ന് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മുടെ അടുത്ത് ഓടി വന്നത് പറയും, ഒരുവിധമൊക്കെ പറയും. പിന്നെ നമ്മൾ കുറച്ച് മനസ്സിലാക്കിയൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു അമ്മ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്ഷമയുള്ള പണിയാണ് കേട്ടോ. നല്ലതായിട്ട് ക്ഷമ നമുക്ക് വേണം, എന്നാൽ മാത്രമേ ഒരു അമ്മയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ചില നേരത്തൊക്കെ നല്ല ഇറിറ്റേഷൻ വരും. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും 10ഉം 20ഉം 30ഉം ഞാൻ പറയും മക്കളോട് 1000 തവണ പറഞ്ഞല്ലോ എന്ന് പറയും. എന്നിട്ട് പോലും ചിലപ്പോൾ ക്ലിയർ ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാതും ശരിയാക്കാനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരും, നമുക്ക് സങ്കടം വരും, അപ്പോൾ നമ്മൾ വഴക്ക് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊരിക്കലും പല വീഡിയോസിൽ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ വളരെ സ്വീറ്റായിട്ട് ഇരിക്കുന്ന ഒരാളാണ് എപ്പോഴും അമ്മ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല. എനിക്ക് ദേഷ്യം വന്ന് എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും, അല്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയും എനിക്ക് വിഷമമായി നിങ്ങൾ ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ ഞാൻ കുറേ വട്ടം പറഞ്ഞൊരു കാര്യം അവർ ചെയ്യാതാവുമ്പോൾ എനിക്ക് ദേഷ്യം വരാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ഞാനായിട്ട് സ്നേഹിക്കണം, അതാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാനല്ലാത്തൊരു വ്യക്തിയായി ഒരു പെർഫെക്റ്റ് ആളായിട്ട് ആക്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് തിരുത്തി നല്ലൊരു വ്യക്തിയായിട്ട് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. സത്യസന്ധതയും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറുമ്പോഴാണ് നമ്മൾ നല്ലൊരു അമ്മയാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഒരു അമ്മയായിട്ടുള്ളപ്പോൾ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.